हमरु भजे हर हर गण गण गंगा भजे ഭോലേനാഥ് ശിവ. കാശിയിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ വലിയൊരാഗ്രഹമാണ് കാശിയിൽ വരണം എന്നുള്ളത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണത് ഭഗവാൻ സാധിപ്പിച്ചു തന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നല്ല കാശിയിൽ വരണം എന്ന് വിചാരിക്കുമ്പോൾ, എല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രമേ നമുക്ക് എല്ലാം നടക്കത്തുള്ളൂ. കാശിയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിൽ പോവുകയാണെങ്കിൽ അപ്പം തന്നെ ഹോണടിച്ച് എന്തൊക്കെ പറയും. പക്ഷേ ഇവർ വളരെ ക്ഷമയോടുകൂടി, എന്നാൽ ഒരാൾക്കൊരു ആക്സിഡൻറ്റോ ഒന്നുമില്ലാതെ, എന്താ പറയുക, ഭഗവാന്റെ ക്ഷമ അതുപോലെ ഇവിടെ നമുക്ക് ഈ നഗരത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് വളരെ വലിയൊരു പ്രത്യേകത നിറഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ കാശിയിൽ നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ തൊഴേണ്ട ഒരു സ്ഥലമുണ്ട്, കാലഭൈരവൻ. കാശിയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നുണ്ട്. കാശിയിലെ വിധികർത്താവാണെന്നും പറയുന്നുണ്ട് കാലഭൈരവനെ. ഈ കാലഭൈരവനോട് നമ്മൾ അനുമതി ചോദിക്കണം ഭഗവാനെ കാണാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ കാശിയിൽ ഭഗവാനെ ശരിക്കും ഒരു തടസ്സം കൂടാതെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അങ്ങനെയാണ്. കാശി എന്നാൽ കാശ് എന്നാൽ പ്രകാശിക്കുക എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് പേരുണ്ടായത് തന്നെ. പ്രകാശത്തിൻ്റെ നഗരം എന്ന് വിളിക്കുന്നത് കാശിയെ. 12 ജ്യോതിർലിംഗങ്ങളാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ശിവപാർവതിയുടെ രസകരമായിട്ടുള്ള കഥകളും കൂടി അരങ്ങേറിയ ഒരു ക്ഷേത്രമാണ് കാശി. ശിവനും പാർവതിയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ഈ ലോകം മുഴുവൻ മായയാണ്, ആഹാരം പോലും മായയുടെ ഭാഗമാണെന്നാൽ ഈ ഒരു അഭിപ്രായത്തോട് നമ്മുടെ പാർവതീദേവിക്ക് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൗതികമായ ആഹാരമില്ലാതെ ആത്മീയതയോ ലോക നിലനിൽപ്പോ സാധ്യമല്ലെന്ന് ദേവിയുടെ വിശ്വാസം, പാർവതിയുടെ വിശ്വാസം. ലോകത്തിനും ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആര് വിചാരിച്ചു? പാർവതീദേവി വിചാരിച്ചു. അപ്പോൾ എന്താ, പാർവതീദേവി അവിടെ നിന്ന് പ്രത്യക്ഷമായി. അങ്ങനെ തൻ്റെ നിലപാട് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദേവി ലോകത്തിലെ മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങളും പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ദാരിദ്ര്യം അനുഭവിച്ചു. വല്ലാതെ ക്ഷാമം അനുഭവപ്പെട്ടു ലോകത്ത് മുഴുവൻ. സകല ജീവജാലങ്ങളും വിശപ്പ് കൊണ്ട് വലഞ്ഞു. ആ ഭക്ഷണത്തിൻ്റെ അഭാവത്തിൽ മായയും ആത്മീയതയും ഒന്നും നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി. നമ്മുടെ ഭഗവാനും അത് ബോധ്യമായി. കാശിയിലെ അന്നപൂർണേശ്വരി ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തരുടെ വിശപ്പടക്കാൻ മാർഗമില്ലാതെ വിഷമിച്ചു. ഒടുവിൽ കാശിയിൽ ഒരു സ്ത്രീ ഭക്ഷണം വിളമ്പുന്നുണ്ടെന്ന് ഭഗവാൻ അറിഞ്ഞു. അത് മറ്റാരല്ലായിരുന്നു, നമ്മുടെ പാർവതീദേവി തന്നെയായിരുന്നു. ദേവി കാശിയിൽ അന്നപൂർണേശ്വരിയായിട്ട് അവതരിച്ച് വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം നൽകിയായിരുന്നു. ശിവൻ ഭിക്ഷ അയച്ചാണ് പോണത്. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ ഭഗവാൻ ശിവൻ കാശിയിലെത്തിയത് എങ്ങനെയാണ്? ദേവിയുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടാണ്, ഭിക്ഷുവിനെ പോലെ ഒരു ഭിക്ഷാപാത്രത്തിൽ ഭക്ഷണം ചോദിച്ചിട്ട്. ആ സമയത്ത് പാർവതീദേവി ഭഗവാന് ഭക്ഷണം നൽകുകയും അവിടെ അന്നപൂർണയായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശിവൻ ആത്മാവ് അതൊരു പ്രധാനം തന്നെയാണ്. പക്ഷെ അതിനെ നിലനിൽക്കാൻ പ്രകൃതിയുടെ സഹായം അത്യാവശ്യമാണ്. ഈ സംഭവത്തിന് ശേഷം ശിവൻ്റെയും പാർവതിയുടെയും പ്രിയപ്പെട്ട നഗരമായി മാറിയതാണ് വിശ്വാസം. അതേപോലെ തന്നെ വേറൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന് ശിവന് കാശിയിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. അവിടെ പണ്ട് ദിവോദാസൻ എന്ന് പറഞ്ഞ മഹാരാജാവ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദിവോദാസനൊരു പുണ്യ രാജാവായിട്ട് കാശി ഭരിച്ചിരുന്നത്. അപ്പോൾ രാജാവിൻ്റെ കുറേ കർക്കശങ്ങളൊക്കെ ഉണ്ട്, വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ.
അതിൽ ദേവന്മാർക്ക് പോലും അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ശിവഭഗവാന് കാശിയിലേക്ക് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ രാജാവിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ സഹായം തേടുകയാണ് ചെയ്യണത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് രാജാവിന് ഉപദേശം കൊടുക്കുക ചെയ്യണത്. അപ്പം രാജാവ് മോക്ഷം പ്രാപിച്ച് കാശി വിട്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് കൈലാസത്തിൽ നിന്ന് കാശിയിൽ തിരിച്ചെത്തുകയും അവിടെ വസിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കഥകൾ നമുക്ക് അറിയാനായിട്ട് കഴിയും കാശിയെക്കുറിച്ച്.